പ്രിയ സഹോദരങ്ങളെ, ശാസ്ത്രജ്ഞൻ ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ സാറിനെക്കുറിച്ച് അദ്ദേഹം കുറച്ച് ദിവസങ്ങൾ മുമ്പ് മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വേർപാട് നമ്മളെ വളരെയധികം വേദനിപ്പിച്ചു. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മ എന്നും നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിലുണ്ടായിരിക്കും. കാരണം അദ്ദേഹം മനുഷ്യനും പ്രകൃതിക്കും വേണ്ടി പോരാടിയ മനുഷ്യൻ. മണ്ണ്, മരം അവ നശിപ്പിക്കപ്പെടാതിരിക്കുവാൻ വേണ്ടി പോരാടിയ മനുഷ്യൻ. വായു, ജലം അത് മലിനമാകാതിരിക്കുവാൻ വേണ്ടി പോരാടിയ മനുഷ്യൻ. പരിസ്ഥിതിയുടെ കാവലാൾ, പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പോരാടിയ മനുഷ്യൻ, ശാസ്ത്രജ്ഞൻ ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ സർ. അദ്ദേഹം എന്നും ഓർമ്മയിലുണ്ടായിരിക്കും. എങ്കിലും അദ്ദേഹം എഴുതിയ കാര്യങ്ങളിൽ ഇതും കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. അക്കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. മനുഷ്യൻ തിങ്ങി പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭൂമി മനുഷ്യന് അവകാശമുള്ളതാണ്, മനുഷ്യൻ്റെ ആവശ്യത്തിനുള്ളതാണ്. മനുഷ്യന് വേണ്ടിയിട്ട് വികസനത്തിനോ വാസയോഗ്യത്തിനോ അതുപോലെ തന്നെ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ താഴ്വാരങ്ങളും കുന്നും മലയുമെല്ലാം നിരപ്പാക്കുന്നതിൽ തെറ്റില്ല. അത് ബൈബിൾ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ബൈബിൾ പഠിപ്പിക്കാത്ത ഒരു സംഭവം ഇന്ന് ഭൂമിയിൽ വളരെയധികം ദുഃഖമുളവാക്കുന്ന ഒരു സംഭവമാണ്. വളരെ വളരെ ഭയമാണ്, പേടിപ്പെടുത്തുന്നതാണ്. ഓരോ രാഷ്ട്രങ്ങളും തങ്ങളുടെ ശത്രു രാഷ്ട്രങ്ങളെ ചെറുത്തു നിൽക്കുന്നതിന് വേണ്ടിയിട്ട് വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 6 മാസത്തിലൊരിക്കൽ ഭൂമിയെ വേദനിപ്പിക്കുന്നുണ്ട്. കണ്ടുപിടുത്തങ്ങൾ, ശത്രുരാജ്യം വിടുന്ന ആയുധങ്ങളെ ചെറുത്തു തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഭൂമിയെ തുറന്നുകൊണ്ടിട്ട് ആയുധം പരീക്ഷണം നടത്തുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ല. അത് വളരെയധികം ദുഃഖമുളവാക്കുന്നതാണ്. ഇന്ന് പ്രകൃതിയിൽ പലതും സംഭവിക്കുന്നു. പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ, രൂപമാറ്റങ്ങൾ, മേഘവിസ്ഫോടനങ്ങൾ, സുനാമികൾ, ഭൂമി കുലുക്കങ്ങൾ, പല സ്ഥലത്തും പല സംഭവങ്ങൾ സംഭവിച്ചു.